അങ്ങനെ നമ്മളെ കുട്ടികളെ ബിനീഷും രജിത്തും ഈ വണ്ടിയും കൊണ്ട് തൃശ്ശൂർ എത്തി 10 രാജ്യങ്ങൾ കറങ്ങി. ഇപ്പൊ ദുബായിൽ വീണ്ടും തിരിച്ചെത്തിയവർ കേട്ടോ. ആ എക്സ്പീരിയൻസ് ഒന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത നിങ്ങൾക്ക് എവിടെയെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നോ? ഞങ്ങൾക്ക് സത്യം പറയാലോ, എല്ലാ രാജ്യങ്ങളിലും ഞങ്ങളെ സഹായിച്ചേ ഉള്ളൂ. ബുദ്ധിമുട്ട് ആരും വരുത്തിയില്ല. പിന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ച ബുദ്ധിമുട്ട് വണ്ടി തന്നില്ല. ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. ഇടയ്ക്ക് നമ്മുടെ ഷോക്ക് ഒന്ന് പൊട്ടി വീണു, പിന്നെ പങ്ക്ചർ ഉണ്ടായി പാമീർ ഹൈവേയിൽ വെച്ചിട്ട്, പിന്നെ വിൻഷീൽഡ് ക്രാക്ക് ആയതാ, അതിന്റെ എപ്പോഴും അടയാളം എപ്പോഴും ഉണ്ട്. അങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉണ്ടായുള്ളൂ. പിന്നെ ഓരോ രാജ്യത്തെല്ലാം നമ്മൾ ഇന്ന പ്രശ്നം പറയുമ്പോൾ ഞങ്ങളുടെ കൂടെ ചൈനയിൽ ഞങ്ങളുടെ കൂടെ വന്നിട്ട് സഹായിക്കുക പിള്ളേര്. എത്ര ഉറുപ്പ്യ ചെലവായി നിങ്ങൾക്ക്? ഞങ്ങൾക്ക് ഏകദേശം ഒരു 40-50 ഇടയിലായിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഈ വിത്ത് താമസ സൗകര്യവും ഭക്ഷണവും ഒക്കെ 50,000. നിങ്ങൾ എത്ര 40 ദിവസം കൊണ്ട് 45 ദിവസം കൊണ്ട് എത്തുന്ന പറഞ്ഞിന്? എത്ര ദിവസം കൊണ്ട് കേരളത്തിലെത്തിന്? ഞങ്ങൾ 39-ാം ദിവസം പാലക്കാട് എത്തി. പിന്നെ രാത്രി തൃശ്ശൂരും എത്തി. അപ്പോ ഈ ഇങ്ങനത്തെ വിരാന്തന്മാരുണ്ടാവും. അപ്പൊ പൊയ്ക്കോളി, ഒരു കുഴപ്പമില്ലാന്ന് അവര് പറഞ്ഞല്ലേ? തീർച്ചയായും ധൈര്യമായിട്ട് പോവാം. അപ്പൊ എല്ലാവരും ഓരോരുത്തർക്ക് ഓരോ വിരാന്തം ഉണ്ടായാലും ചിലവർക്ക് വിമാനത്തിലായിരിക്കും, ചിലവർക്ക് നടന്നിട്ടായിരിക്കും, ചിലവർക്ക് വണ്ടി എടുത്തിട്ടായിരിക്കും. വണ്ടി എടുത്ത് പോകുമ്പോൾ എൻ്റെ ഒരു ഉപദേശം കേട്ടോ, പുതിയ വണ്ടി എടുത്ത് പോയിക്കോളുണ്ട്. എന്നാലും ഈ കോലത്തിലെ ഷോക്ക് അബ്സറും ഇതൊന്നും കേടുണ്ടാവില്ല. ഏതായാലും ഈ പഴയതുള്ളവരാണ് വിചാരിച്ച് പോകാതെ നിൽക്കണ്ട, അങ്ങനെ നിങ്ങളും പോയിക്കോളി.